എല്ലാവർക്കും അമൃത ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണെന്നറിയോ? അതെ, തമിഴിൽ കണ്ടാണ് വെയിൽ വാച്ചിങ്. പിന്നെ നമ്മള് നീലത്തിമിംഗലാണോ ബ്ലൂ വെയിൽസ് ആണോ? അല്ലല്ലോ, സാധാരണ തിമിംഗലങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോസ്റ്റണിലാണ് നമ്മൾ വെയിൽ വാച്ചിങ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട്, വരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആമി പുറകിലുണ്ട്, നല്ല ഉറക്കക്ഷീണത്തിലാണ് മിണ്ടാണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ നീലത്തിമിംഗലല്ല, നമ്മൾ തിമിംഗലത്തിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാം. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം, നീലത്തിമിംഗലത്തിനെ കാണില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ ഭാഗ്യവശാൽ നമ്മൾ നീലത്തിമിംഗലത്തിനെ കണ്ടു ഗൈസ്. നിങ്ങൾ റോഡിൽ ആ ഗൂസിനെ കാണുന്നുണ്ടോ? വേണ്ട, ഇവര് പോണത് വരെ നമ്മൾ ഇവരെല്ലാം വെയിറ്റ് ചെയ്യും. എന്തൊരു ബഹുമാനം അറിയാം അതിനോട്. പിന്നെ ഇവിടെ ജൂലൈ 4 ആണ്, അല്ല ഇവിടെ ജൂലൈ 4 ആണ്. പക്ഷെ ജൂലൈ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ, US-ന് ബ്രിട്ടീഷുകാർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതാണ്. അപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ, അധികം വീടുകളിലും കൊടികളുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ജൂലൈ 4-ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തേക്കണ്ടോ. അത് ക്രെയിനൊക്കെ പൊക്കിയിട്ട് ചെയ്തേക്കണേ അല്ലേ? നന്നായിട്ട് 4 ക്രെയിൻ കൊണ്ട് നിർത്തി പൊക്കി വെച്ചേക്കാം. നൈസ്. ഇന്നവരുടെ ആഗസ്റ്റ് 15 കുറെ കപ്പല് കണ്ട. ഇങ്ങനെ ഒരു കപ്പലിലാണ് നമ്മള് വെയിൽ ബോട്ട് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറെ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല. അബ്ദും ഫാത്തിമയും അവര് ഓൾറെഡി പോയി. ടിക്കറ്റ് ഒക്കെ അതായത് ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് എന്റെ ചുറ്റും കടല ചെക്ക് ഇൻ ചെയ്തു. നമ്മള് നേരെ എന്നിട്ട് വേറെ റെസ്റ്റോറന്റ് പോയിട്ടുള്ള പരുന്തൊക്കെ കൃഷ്ണപ്പരുന്നാണുള്ളത്. ഓക്കെ, അപ്പൊ ഇല്ലേ, അപ്പൊ നമ്മള് പാർക്കിങ്ങിന് പോകുന്നു, വണ്ടി ഇടുന്നു. എന്നിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അവർ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിzzയാണ്. എന്നിട്ട് നമ്മൾ കഴിക്കുന്നു, തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു, തിമിംഗലം കാണുന്നു. ഇത് കണ്ടോ നിങ്ങൾ, നമ്മളിത് ഇതുവഴി പോയിട്ട് നമ്മുടെ ചുറ്റും കടല കണ്ടാ. ഞാൻ പറഞ്ഞു, ഞാൻ കടലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇതാണ് കേപ്പ് ആൻഡ് എന്നാണ് ഇവരുടെ പേര്. ഇവിടെ നിന്നാണ് നമ്മളിനി കയറാൻ പോണത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഒരു ഹായ് പറയോ പ്ലീസ്? നമ്മള് ലഞ്ച് കഴിക്കാൻ ഇതാണ് നമ്മൾ പറഞ്ഞ അബ്ദു. ഹായ്, താങ്ക് യു. കേരിപാട് കണ്ട ആൾക്കാരൊക്കെ പുറത്തിങ്ങനെ കാണുന്ന സ്ഥലത്ത് പോയി സ്ഥലം പിടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ നേരെ അകത്തേറി. അപ്പം അകത്തായിരുന്നു നല്ല രസം. ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. തലയിൽ വെക്കാനോ നമുക്കറിയാം. ബ്യൂട്ടിഫുൾ. Double toppy. In today's trip, my dog talk takes about 9 or so minutes, and during that time, I'm just going to ask that you bring your conversations down to a whisper so you can hear these guidelines. Hurricane 2 is a certified. നമ്മൾ താഴെയാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. അപ്പം എന്നാലും ഞാൻ കാണാമെന്ന് ഓർത്തിട്ട് ഇതിൻ്റെ മേളത്തെ നിലയിൽ വന്നതാണ്. മേളത്തെ നില ഇങ്ങനെയായിരുന്നു, ഫുള്ള് വെയിലും കൊള്ളണം. ഇത് ഒരു ഫിൻ വെയിൽ എന്ന് പറഞ്ഞ വെയിലിൻ്റെ, അത് മരിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയതാണ്, ഇവർക്ക് കിട്ടിയതാത്രേ. അപ്പോൾ ആ വെയിലിൻ്റെ വായിലുള്ള എന്തോ ഫിൽറ്റർ ചെയ്യണ സാധനമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊരു വെയിലിനെ കണ്ടു. അതിൻ്റെ പേരാണ് ഹംബാക്ക് വെയിൽ. അതായത് കുറേ ടൈപ്സ് ഉണ്ടല്ലോ. ആ ഹംബാക്ക് വെയിലാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് പക്ഷേ അവൻ്റെ ഉണ്ണിയാട്ടം കറക്റ്റായിട്ട് ക്യാമറയിൽ വിരൽ കൊണ്ടേ വെച്ച് മറച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും വരാനുണ്ടേ.
നിങ്ങളിപ്പോൾ കണ്ടതും ഹംബാക്ക് വെയിലാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിനെപ്പറ്റി കുറേ ഫാക്ട്സ് നമ്മൾ അവരിങ്ങനെ പറഞ്ഞു തരുന്ന കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോകും. അമ്മാതിരി, അതായത് 60 ഫീറ്റ് ഉണ്ട് ഈ ഹംബാക്ക് വെയിലിന്. എന്നിട്ട് 40 മുതൽ 100 വർഷം വരെ ജീവിക്കും ഇത്ര. നിങ്ങളിപ്പം കണ്ടില്ലേ, വാല് പൊന്തിച്ചിട്ട് അവരൊരു മുങ്ങൽ മുങ്ങിക്കഴിഞ്ഞാൽ അവരങ്ങ് ഉള്ളിലോട്ട് പോകും. പിന്നെ അവരെ കാണാൻ പറ്റില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും പൊങ്ങുക. ഈ തിമിംഗലങ്ങൾക്കൊക്കെ മേളിലിങ്ങനെ വെള്ളം തെറിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അവരുടെ മൂക്കാണ്. അപ്പോൾ അവർ വാട്ടറിൻ്റെ ഉപരിതലത്തിൽ വരുമ്പോൾ, അതായത് സർഫസിൽ വരുമ്പം വേഗം ശ്വാസം എടുത്തിട്ട് ആ ബ്ലോ ഹോൾസ് വഴി അത് എക്സൈലും കൂടെ ചെയ്യും. അതാണ് ഈ വെള്ളം ഇങ്ങനെ തെറിക്കണ കാണുന്നത്. ഞങ്ങൾ കയറിയപ്പോഴും ചോദിച്ചു കേട്ടോ, ബ്ലൂ വെയിൽസിനെ കാണാൻ വല്ല ചാൻസ് ഉണ്ടോയെന്ന്. അവർ പറഞ്ഞു അയ്യോ അതുണ്ടെന്ന് തോന്നണില്ല, ലാസ്റ്റ് ടൈം അവർ കണ്ടത് ഇത് 22 വർഷങ്ങൾക്ക് മുന്നേ ആണ് അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ആ ബോട്ടിൻ്റെ 2ാം നിലയിൽ നിന്നാണ്. നമ്മളെന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് മുകളിൽ കയറിപ്പോയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. ആ സമയത്ത് അവരിങ്ങനെ പറയും, മുന്നിൽ നിന്ന് അവർ കാണുമ്പം അവർ ഈ ബിനോക്കുലറിൽ നോക്കും. അപ്പോൾ കാണുമ്പോൾ നമ്മളോട് പറയും ഇത്ര, അതായത് ക്ലോക്കിനായിട്ടാണ് അവർ ഇതാക്കുക. അതായത് 9 മണിയുടെ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ 11 മണിയുടെ സ്ഥലത്തുണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിൽസിനെ കാണാം. പെട്ടെന്ന് നമ്മളിങ്ങനെ ഞെട്ടി കേട്ടോ. കാരണം മുമ്പിൽ നിന്ന് ക്രൂ ഒക്കെ തുള്ളി ചാടുകയാണ് സന്തോഷം കൊണ്ട്, ബഹളമൊക്കെ ഉണ്ടായിട്ട്. നോക്കുമ്പോൾ ദൂരെ ഒരു ബ്ലൂ വെയിലിനെ കണ്ടു എന്ന്. അതായത് പണ്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ബ്ലൂ വെയിലിനെ ഇന്ന് നമുക്കും എന്തോ ഭാഗ്യത്തിന് ഇന്ന് തന്നെ പോകാൻ തോന്നി. അതുകൊണ്ട് നമുക്കും കാണാൻ പറ്റി കേട്ടോ ബ്ലൂ വെയിലിനെ. എന്തൊരു വലുപ്പമെന്നറിയാം. അത് വാല് പോലും പൊക്കില്ല, കാരണം അതിൻ്റെ വാല് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിന് ശരിക്കും 120 അടി എങ്ങാണം നീളമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഷിപ്പ് നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് അവർ കൊണ്ടുപോയില്ല, കാരണം അതെവിടെയാണ് അതിൻ്റെ കാണാൻ പറ്റില്ല, തട്ടിക്കഴിഞ്ഞാൽ മറിയുമെന്ന് പറഞ്ഞിട്ട് അധികം അടുത്തും കൂടെ കൊണ്ടുപോയില്ല. ഇതിൻ്റെ ലൈഫ് സ്പാൻ 80 മുതൽ 90 വർഷം വരെ ആണ്. ഇത് അറിയാലോ, ഏറ്റവും വലിയ, അതായത് പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ ആനിമലാണ് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അതിനെ കാണാനുള്ളൊരു ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായി. നിങ്ങൾ ഈ കാണുന്ന ഒരു ഉണ്ടപ്രക്കാസ് മീനില്ലേ, അതിൻ്റെ പേരാണ് ദ ഓഷ്യൻ സൺഫിഷ്, കോമൺലി നോൺ ആസ് മോള എന്ന് പറയും. അതാണ് ലാർജസ്റ്റ് ബോണി ഫിഷ് ആണ് ലോകത്തിലുള്ള. പിന്നെ നമ്മൾ കണ്ടൊരു ടൈപ്പാണ് ഫിൻ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിൻ വെയിൽ 2nd ലാർജസ്റ്റ് ആണെന്നാണ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ടൈപ്സ് വെയിലിനൊക്കെ കാണാനും വെയിൽസിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻസൊക്കെ നമുക്ക് കിട്ടി. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. 4 hours ആയിരുന്നു കടലിനുള്ളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഈ കേപ്പ് ആനിൻ്റെ ക്രൂ പിന്നെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചെത്താറായപ്പോഴത്തേക്കും നമ്മൾ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. ഫ്രണ്ട് വേണ്ട അവളത്തേക്ക് മഴ പെയ്തു. അങ്ങനെ ഒരു അടിപൊളി ഡേയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻസിൽ അറിയിക്കൂ കേട്ടോ. താങ്ക് യു. ടാറ്റാ, ടേക്ക് കെയർ.